പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകളെയെല്ലാം മിസൈലുകളെയെല്ലാം നിലം തൊടു മുൻപ് നിർവീര്യമാക്കിയ ഇന്ത്യൻ കവചിത സംവിധാനങ്ങൾ. അതിൽ കരുത്തൻ സുദർശൻ ചക്ര എന്ന S-400 ട്രയംഫ്. ധർമ്മത്തിന്റെ ശത്രുക്കളെ തടയുന്ന മഹാ ആയുധം എന്ന നിലയിലാണ് പുരാണവുമായി ബന്ധപ്പെട്ട് ഈ റഷ്യൻ നിർമ്മിത സംവിധാനത്തെ നമ്മൾ സുദർശൻ ചക്ര എന്ന് വിളിക്കുന്നത്. 2018 ഇത് വാങ്ങുന്നതിന് നമ്മൾ റഷ്യയുമായി ഒപ്പിട്ടു. 2021 ആദ്യ യൂണിറ്റ് എത്തുകയും ചെയ്തു. ഇപ്പോൾ S-400ന്റെ 5 സ്ക്വാഡ്രൺ ഉണ്ട് നമ്മുടെ കയ്യിൽ. കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈൽ സംവിധാനം അമേരിക്കയുടെ ഫോർട്ട് പേട്രിയറ്റ് ഡിഫൻസ് എന്ന യൂണിറ്റിനോട് താരതമ്യപ്പെടുത്താം. എങ്ങനെയാണ് ഈ കരുത്തിന്റെ പ്രവർത്തനമെന്ന് കുറച്ചുകൂടി ആധികാരികമായി, കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഒരു യൂണിറ്റിൽ 4 ഭാഗങ്ങളുണ്ടാവും. 4 വ്യത്യസ്ത വെഹിക്കിൾ എന്ന് തന്നെ പറയാം. അങ്ങനെ 4 വ്യത്യസ്ത ഭാഗങ്ങൾ, വിഭാഗങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങൾ. അതിൽ ഒന്നാമത്തേത് ദീർഘദൂര നിരീക്ഷണ റഡാറാണ്, അഥവാ ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ. നിരീക്ഷണ പരിധിയിലെ ശത്രു സാന്നിധ്യം നിരന്തരം നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വെഹിക്കിൾ അല്ലെങ്കിൽ ഈ റഡാർ നമ്മൾ ഉപയോഗിക്കുന്നത്. മിസൈൽ അല്ലെങ്കിൽ ഒരു വിമാനം അല്ലെങ്കിൽ ഡ്രോണുകൾ ഇവ കണ്ടു കഴിഞ്ഞാൽ കമാൻഡ് വാഹനത്തിലേക്ക് സന്ദേശം കൈമാറും. സോ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കമാൻഡ് വെഹിക്കിളാണ്. നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞു ഒരു ദീർഘദൂര സർവൈലൻസ് റഡാറാണ് ആദ്യ വെഹിക്കിൾ. രണ്ടാമത്തത് കമാൻഡ് വെഹിക്കിളാണ്. ഈ കമാൻഡ് വാഹനത്തിലേക്കാണ് എവിടെയാണോ ഈ ശത്രു വാഹനം അല്ലെങ്കിൽ ശത്രു മിസൈൽ ഉള്ളത്, ശത്രു ഡ്രോണുകളുള്ളത്, അത് കണ്ടു കഴിഞ്ഞാൽ ആ വിവരം കൃത്യമായി കമാൻഡ് വാഹനത്തിലേക്ക് എത്തുകയും ചെയ്യും. ഈ സന്ദേശം കമാൻഡ് വാഹനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശത്രു സാന്നിധ്യം ഏത് തരത്തിലെന്ന് വിലയിരുത്തുകയും ചെയ്യും ഈ കമാൻഡ് വെഹിക്കിൾ. പിന്നെ മിസൈൽ വിക്ഷേപിക്കാനുള്ള നിർദ്ദേശം നൽകുക. ഈ കാണുന്നതാണ് മിസൈൽ ലോഞ്ചർ വെഹിക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോഞ്ചർ വെഹിക്കിൾ അഥവാ മിസൈൽ വെഹിക്കിൾ എന്ന് പറയുന്നത്. ഏറ്റവും പുറകിൽ കാണാം, അതാണ് മിസൈൽ സംവിധാനം. ഒരേ സമയം 8 മിസൈലുകൾ അവിടെ ഘടിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. മിസൈൽ വിക്ഷേപണ വാഹനത്തിൽ നിന്ന് മിസൈൽ തൊടുക്കുന്നത് ഞൊടിയിടയിലായിരിക്കും. സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇതെല്ലാം നടന്നു കഴിയുകയും ചെയ്യും. ഇനി ഈ മിസൈൽ ആകട്ടെ ശത്രു വഴിമാറി സഞ്ചരിച്ചാലും പിന്തുടർന്ന് നശിപ്പിക്കുകയും ചെയ്യും. അതായത് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാൻ ശത്രു മിസൈലുകൾക്കോ ശത്രു വിമാനങ്ങൾക്കോ കഴിയില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഇതുവരെ പറഞ്ഞത് S-400ന്റെ പ്രവർത്തന രീതി ഏത് രീതിയിൽ എന്നാണ്. ഇനി മറ്റ് ഡിഫൻസ് സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ S-400നെ വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ശത്രുവിനെ 400 കിലോമീറ്റർ വരെ ദൂരപരിധിക്കുള്ളിൽ കണ്ടെത്തി നശിപ്പിക്കാൻ നമ്മുടെ S-400 എന്ന് പറയുന്ന ഈ സുദർശൻ ചക്ര എന്ന് പറയുന്ന എയർ ഡിഫൻസ് സംവിധാനത്തിന് കഴിയും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഓരോ യൂണിറ്റിലും വ്യത്യസ്ത ദൂരപരിധിയിലുള്ള 4 തരം മിസൈലുകളുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. 40 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധി ഈ മിസൈലിൽ കാണാം. അതായത് ഏറ്റവും കുറവ് 40, ഏറ്റവും കൂടുതൽ 400 കിലോമീറ്റർ. അങ്ങനെ ഓരോ ദൂരപരിധിക്കും അനുയോജ്യമായ രീതിയിലുള്ള മിസൈലുകൾ നമുക്ക് തൊടുക്കാൻ കഴിയും ഈ S-400ൽ നിന്നും. ഇനി മണിക്കൂറിൽ 17,000 കിലോമീറ്റർ ആണ്. ആലോചിക്കുക, ഒരു മണിക്കൂറിൽ 17,000 കിലോമീറ്റർ ആണ് ഈ മിസൈലിന്റെ വേഗം എന്നുകൂടി ഓർക്കുക. ഒരേ സമയം 300ഓളം ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും നമ്മുടെ ഈ സംവിധാനത്തിന്. ശത്രുവിന്റെ നിരീക്ഷണ പറക്കൽ പോലും അപ്പോൾ അറിയാൻ കഴിയും എന്നത് പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് 600 കിലോമീറ്റർ അകലെയുള്ള ഒരു മൂവിംഗ് ഒബ്ജക്റ്റ്, അത് ഈ പറയുന്ന പോലെ മിസൈലോ അല്ലെങ്കിൽ ഒരു വിമാനമോ അല്ലെങ്കിൽ ഡ്രോണോ ആയിക്കോട്ടെ, 600 മീറ്റർ അകലെ നിന്ന് തന്നെ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. അത് ഏത് ദിശയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ചില്ലറക്കാരനല്ല നമ്മുടെ സുദർശൻ ചക്ര എന്നറിയുക. ഇനി റഡാറിൽ പെടാതെ താഴ്ന്നു പറക്കുന്നവയെ പോലും നശിപ്പിക്കും നമ്മുടെ ഈ കരുത്തൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താണ്, ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെ ഉപയോഗിച്ചത് എന്നുകൂടി നമുക്ക് നോക്കാം. വാങ്ങിയതിനു ശേഷം ആദ്യമായി നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ S-400നെ ഉപയോഗിച്ചതെന്നുകൂടി അറിയുക. റഷ്യൻ നിർമ്മിതമാണ് ഇത്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ നിർമ്മിച്ച നമ്മുടെ അഭിമാനമായ ആകാശ് എന്ന് പറയുന്ന എയർ ഡിഫൻസ് സംവിധാനം കൂടി നമുക്കുണ്ട്. അത് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്. ഇന്നലെ പാക് യുദ്ധവിമാനമായ F-16 ഒക്കെ തകർത്തത് ഈ ആകാശാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങൾ സൈനിക വൃത്തങ്ങൾ കൃത്യമായി പറയുന്നില്ലെങ്കിൽ കൂടി അതാണ് വസ്തുത എന്ന് മനസ്സിലാക്കുന്നു. ഇനി DRDO വികസിപ്പിച്ച് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച മീഡിയം റേഞ്ച് വ്യോമ പ്രതിരോധ സംവിധാനമാണ് അത്. കരയിൽ നിന്ന് ആകാശത്തേക്ക് മിസൈൽ തൊടുക്കാൻ കഴിയും ആകാശന്. ഒപ്പം തന്നെ 45 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരത്തിൽ ശത്രുവിന്റെ വിമാനമോ മിസൈലോ ബോംബോ തകർക്കാൻ ആകാശന് കഴിയുകയും ചെയ്യും. അങ്ങനെ ഒരേ സമയം വ്യത്യസ്ത ഇടങ്ങളിൽ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താം എന്നതും ആകാശിന്റെ പ്രത്യേകതയാണ്.
60 കിലോ സ്ഫോടക വസ്തു വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. സമീപകാല പരീക്ഷണങ്ങളിൽ എല്ലാം തന്നെ ആകാശിന്റെ സ്ട്രൈക്ക് റേറ്റ് 100% എന്നുകൂടി അറിയുക. ഈ യലഹങ്ക എയർബേസിൽ എയർ ഷോ ഉണ്ടായ സമയത്ത് നേരിട്ട് ഈ ആകാശിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് എന്ന് നമ്മൾ തന്നെ 24 സംഘം തന്നെ നേരിട്ടത് നോക്കിക്കണ്ട് മനസ്സിലാക്കിയതുമാണ്. ഇനിയുമുണ്ട് നിരവധി ഈ പറയുന്നത് പോലെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ. ഇസ്രയേലുമായി ചേർന്ന് വികസിപ്പിച്ച ബറാക്ക് 8 70 കിലോമീറ്ററാണ് ഈ ബറാക്കിന്റെ ദൂരപരിധി എന്ന് കൂടി അറിയുക. നമ്മുടെ 3 സേനകൾക്കും ഈ സംവിധാനമുണ്ട്. അതായത് നമ്മുടെ കര, വ്യോമ, നാവിക സേനകൾക്ക് ഈ ബറാക്ക് 8 എന്ന് പറയുന്ന ഈ സംവിധാനങ്ങളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിരോധം. ഇന്നലെ ഈ പ്രതിരോധ സംവിധാനവും നമ്മൾ ഉപയോഗിച്ചു എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇങ്ങനെ 3.5 കിലോമീറ്ററിനുള്ളിൽ ശത്രുവിനെ വീഴ്ത്താവുന്ന L-70 ഗൺ മുതൽ ആദ്യം സൂചിപ്പിച്ച 400 കിലോമീറ്റർ പരിധിയുള്ള S-400 വരെയുള്ളത് നമ്മുടെ അതിർത്തികളിൽ കവചമൊരുക്കുന്ന നവീന ഡിഫൻസ് മെക്കാനിസംസുമാണ്. ഇത് ഉപയോഗിച്ചാണ് ഈ പാകിസ്ഥാന്റെ ഏത് രീതിയിലുള്ള ആക്രമണ ശ്രമങ്ങളെയും ഇന്ത്യ പ്രതിരോധിക്കുന്നത്. ഇനി ഈ പറയുന്നത് പോലെ ഒരു ചെറിയ കണക്ക് മാത്രം പറയാം. ഈ തിരുവനന്തപുരത്താണ് ഒരു ടാർഗറ്റ് ലക്ഷ്യമിടുന്നതെങ്കിൽ, ഒരു ടാർഗറ്റ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഒരു ആക്രമണം ഉണ്ടാകുന്നതെങ്കിൽ കാസർഗോഡ് നിന്ന് തന്നെ അതിനെ മനസ്സിലാക്കാൻ, അത് എന്താണെന്നും അത് ഏത് രീതിയിൽ എന്ത് വേഗത്തിൽ നീങ്ങുന്നു എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം നമ്മുടെ S-400 എന്നറിയുക. അപ്പോൾ തന്നെ ഒരു 400 കിലോമീറ്റർ പരിധിയിലേക്ക് ഒരു മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ ടാർഗറ്റിനെ നമുക്ക് തകർക്കാൻ കഴിയും. അതിന് ഏത് രീതിയിൽ താഴ്ന്നു പറഞ്ഞോട്ടെ, ഏത് ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കോട്ടെ, അതിനെ പിന്തുടർന്ന് നശിപ്പിക്കാൻ കെൽപ്പുണ്ട്, കഴിവുണ്ട് നമ്മുടെ S-400 എന്ന് പറയുന്ന ഈ കരുത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സുദർശൻ ചക്ര എന്ന് വിളിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് സേനയുടെ കരുത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഒട്ടും പിറകിലല്ല ഇന്ത്യ എന്ന് മനസ്സിലാക്കുക. ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ തന്നെ അതിന് ആ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കുന്നുണ്ട് ലോകരാഷ്ട്രങ്ങളിൽ പലതും. പക്ഷേ പാകിസ്ഥാന് ഇതിന് ഇത്രയും നാളായിട്ട് ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രകോപനങ്ങൾക്കൊടുവിൽ ഇന്ത്യ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ആ രാഷ്ട്രം, അതായത് ഒരു ഫുൾ ഫ്ലഡ്ജ് അറ്റാക്ക് നടത്തിക്കഴിഞ്ഞാൽ അതിൽ ഈ പാകിസ്ഥാൻ തകർന്നു പോകുന്ന കാര്യം പാകിസ്ഥാന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോൾ ഇന്ന് നടന്ന 26 കേന്ദ്രങ്ങളിലെ ഈ ഡ്രോൺ ആക്രമണം, അതിന് ഇന്ത്യ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതൊരു പക്ഷേ നാളത്തെ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഈ മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.